ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല കിടിലൻ ഞണ്ട് റോസ്റ്റാണ്. വരും നമുക്ക് ഉണ്ടാക്കാൻ പോവാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 10-15ഓളം അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നീളത്തിൽ കീറിയതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഒരു ബൗള് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് നേരത്തെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ഞണ്ട് കൂടി ഇട്ട് കൊടുക്കാം. ഞണ്ടിന് നേരത്തെ മുളക് ചേർത്തത് കൊണ്ടാണ് ഞാൻ മസാലയിലേക്ക് 1 സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റിയായ ഒരു ഞണ്ട് റോസ്റ്റാണ്. ഇതാ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞണ്ടിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തേങ്ങ ചിരകിയത് വറുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിൽ വറുത്തെടുത്ത തേങ്ങയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. ഇനി നമുക്ക് ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിയായ ഞണ്ട് റോസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.